ദേശീയപാത 66 നിർമ്മാണത്തിനിടെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരുവങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം സ്ലാബ് പൊട്ടി വീണ അപകടമുണ്ടായി. വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് റോഡ് പൊളിച്ച് വീണ്ടും നിർമ്മാണം നടത്തുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാത 66 അഴിയൂർ വെങ്ങളം ബീച്ചിൽ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് ഈ കാണുന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കിടെ കോൺക്രീറ്റ് സ്ലാബ് താഴെ വീണ് അപകടമുണ്ടായി. ഈ റോഡിനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും നല്ല തിരക്കുള്ള റോഡാണ്. യാത്രക്കാരും വാഹനങ്ങളുമൊക്കെയായി എല്ലായ്പ്പോഴും ഈ റോഡിൽ തിരക്കുണ്ടാകാറുണ്ട്. ഭാഗ്യത്തിന് ആ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. തൊട്ടപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂൾ അവധിയായിരുന്നതിനാൽ തന്നെ ഈ സമയത്ത് കുട്ടികളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് ചിലപ്പോൾ പോകുമായിരുന്നു. സ്ലാബ് പൊട്ടി ചീഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകുക മഴക്കാലത്ത്. ഇതിപ്പോൾ രണ്ടാമത് തള്ളിയതിന് ശേഷം ഒരു രണ്ടാമതും മണ്ണെടുത്ത് ഒഴിവാക്കി ഇപ്പം രണ്ടാമതും സ്ലാബ് വെക്കുക. ആ സ്ലാബാണ് ഇപ്പം വീണത്, പൊട്ടി വീണ ഒരു വണ്ടി കഴിച്ചിലായതാണ്. ഇതുണ്ട്, ഗ്യാപ്പുണ്ട്. അതായത് ഇത്ര മഴ പെയ്താൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകും മഴക്കാലത്ത്. ഇതിപ്പോൾ രണ്ടാമത് അടച്ചതുപോലെ. കൃത്യമായ ഒരു സുരക്ഷാ ടീമിനെ വെച്ച് അത് പരിശോധിച്ച ശേഷം മാത്രമേ ഇനി നിർമ്മാണ പ്രവർത്തനം നടത്താവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4200 കുട്ടികളുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇവിടെയുണ്ട്. അവിടെയൊക്കെ രോഗികൾ വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായി ഒരു ഭയത്തോടു കൂടിയാണ് ഇതുമായി പോകുന്ന ആളുകളും അതുപോലെ വിദ്യാർത്ഥികളും പോകുന്നത്. സ്ലാബുകളൊക്കെ ഇട്ട് പൊക്കിക്കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ കാണാം പലയിടത്തും ഇതുപോലെ സിമന്റ് ഉപയോഗിച്ച് പാച്ച് വർക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം മഴക്കാലമായാൽ മണ്ണ് വെള്ളത്തോടൊപ്പം ഒലിച്ച് ഈ ഗ്യാപ്പിലൂടെയെല്ലാം പുറത്തേക്ക് തള്ളും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ സിമന്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരുടെയും നാട്ടുകാരുടെയും ഒന്നും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇവിടുത്തെ അതോറിറ്റി അത് ഷീറ്റ് വെച്ച് മൂടി ആ പ്രവൃത്തി മറയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ മണ്ണ് പുറത്തേക്ക് വന്ന് അതിൽ വലിയൊരു അപാകത ചൂണ്ടിക്കാണിക്കുകയും അത് എല്ലാവരും അറിയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇത് പൊളിച്ച് വീണ്ടും പണിയുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് ഒരു പാളിച്ച കൊണ്ട് വീണ്ടും സ്ലാബ് താഴേക്ക് വീണ ഒരു അപകടം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഒരുപാട് തവണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ലാബ് വീഴലും മണ്ണ് വീഴലൊക്കെ ആയിട്ട്. ഏറ്റവും അവസാനം ഇത് പണി ഏതാണ്ട് 90% പൂർത്തിയായി ഓവർ ബ്രിഡ്ജിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ആ സമയത്താണ് പിന്നീട് ഇവർ തന്നെ കണ്ടെത്തുന്നത് മൊത്തത്തിൽ ഇത് പ്രശ്നമാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഒന്നായിട്ട് മാറ്റിയിട്ട് പഴയ മണ്ണ് മുഴുവൻ നീക്കിയിട്ട് വീണ്ടും ചെയ്യാണ്. ആ സമയത്ത് പല ഭാഗങ്ങളിലും സ്ലാബ് അവർ വെച്ചിരിക്കുന്ന സ്ലാബ് തള്ളിക്കിടക്കുകയാണ്. ഇപ്പോഴും ഇതൊരു ശാസ്ത്രീയമായ നിർമ്മാണമല്ല. ഇവിടെ ശരിക്കും ഓവർപാസേ പറ്റുള്ളൂ. ബീം കൊടുത്തുകൊണ്ട് ബ്രിഡ്ജ് തയ്യാറാക്കിയിട്ട് പ്രത്യേകിച്ച് കാപ്പാട് റോഡ് വരെ എങ്കിലും ആ രീതിയിൽ കൊണ്ടുപോയാലേ ഇവിടെ സക്സസ് ആവുള്ളൂ. നിർമ്മാണ വേളയിൽ ഇവിടെ മണ്ണ് വീണും കോൺക്രീറ്റ് സ്ലാബ് വീണുമൊക്കെ പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളുമൊക്കെ ഈ ഒരു അശാസ്ത്രീയ നിർമ്മാണത്തെ പറ്റി പലതവണ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനെയൊന്നും വിലക്കെടുക്കാതെ ഇവിടെ നിർമ്മാണം തുടരുകയാണ് ദേശീയപാത അതോറിറ്റി. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുത്തിട്ടോ പിന്നീട് പരിതപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ളതാകണം മുന്നോട്ടുള്ള നിർമ്മാണവും. ജോം ടി കെക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.